പ്രതിയോഗിയോടുകൂടെ വഴിയിൽ വെച്ച് തന്നെ നിരന്നുകൊള്ളുക. അല്ലെങ്കിലോ അവൻ നിന്നെ കോടതിയിലേൽപ്പിക്കും, കോടതി നിന്നെ പോലീസിലേൽപ്പിക്കും, പോലീസ് നിന്നെ ജയിലിലാക്കും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്. ആരാണ് ഈ പ്രതിയോഗി? ആലയത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ഒരു കൃപാവരത്തിൻ്റെ പ്രമോഷൻ്റെ നന്മയുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് വരുന്ന നെഗറ്റീവ് തോട്ട്സ്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന സങ്കല്പങ്ങളും വിചാരങ്ങളും, അതാണ് പ്രതിയോഗി. അവൻ ഇട കൊടുക്കരുത്. അവൻ ഇട കൊടുത്താൽ അവൻ നിന്നെ വലിച്ചിഴയ്ക്കും. നീ നിന്നെ തന്നെ വിധിക്കാനിടയാകും. അത് ദണ്ഡനമാകും. നിന്നെ ദണ്ഡിപ്പിക്കും. നീ തടവിലായി പോകും. വായ അടഞ്ഞു പോകുന്നു. സ്തോത്രം നിൽക്കും, സ്തുതി നിൽക്കും, ആരാധന നിൽക്കും. എന്ത് ചെയ്യണം? വഴിയിൽ വെച്ച് തന്നെ നിരന്നുകൊള്ളുക. വചനം വെച്ച് ജയമെടുക്കുക. വചനത്താലുള്ള ജയം പ്രാപിക്കുക. പ്രാർത്ഥനയാൽ ജയം പ്രാപിക്കുക. വിചാരങ്ങളുടെ മേൽ വചനം ജയിക്കട്ടെ. വചനമായിരിക്കട്ടെ, അരുളപ്പാടായിരിക്കട്ടെ നിന്റെ ചിന്തകൾ. അത് നിന്നെ ഉയർത്തും, മാനിക്കും, അലങ്കാരം മാല ചൂടിക്കും, തലയിൽ കിരീടം തരും.